+2 ഏത് സ്ട്രീം പഠിച്ച ഒരു കുട്ടിക്കും ജർമ്മനിയിൽ ഫ്രീ ആയിട്ട് പഠിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണോ? പഠിക്കുമ്പോൾ തന്നെ 1.5 ലക്ഷത്തോളം രൂപ സമ്പാദിക്കാനായിട്ട് പറ്റുമോ? പലപ്പോഴും കേൾക്കുന്നുണ്ട്, പഠിക്കുമ്പോൾ നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ ഒരു എമൗണ്ടൊക്കെ ഇട്ടിട്ട് വേണം വിദേശത്തേക്ക് പോയി പഠിക്കാനെന്ന്. ഈ ഒരു കാര്യത്തിനും ഇതുപോലെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ ആവശ്യമുണ്ടോ? ഏത് വയസ്സുള്ളവർക്കാണ് ഈ ഒരു പ്രോഗ്രാമിന് പോകാനായിട്ട് പറ്റുക? അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പോകാൻ ഒരു വയസ്സ് അത് ഇമ്പോർട്ടൻ്റ് ആണോ? ഇതൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. +2 ഏത് സ്ട്രീം പഠിച്ച ഒരു കുട്ടിക്കും പോകാനായിട്ട് പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഓസ്ബിൽഡങ്. ഓസ്ബിൽഡങ് പലപ്പോഴും ഒരു നഴ്സിംഗ് പ്രോഗ്രാമായിട്ടാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. അതൊരു തെറ്റായ ധാരണയാണ്. +2 കഴിഞ്ഞ ഏത് കുട്ടികൾക്കും ഈ ഒരു ഡിപ്ലോമ പ്രോഗ്രാംസിന് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഓസ്ബിൽഡങ് പല കാറ്റഗറിയിൽ അവൈലബിൾ ഉണ്ട്. ഓസ്ബിൽഡങ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് പോകുന്നത് നഴ്സിംഗ് പ്രോഗ്രാമിനാണ്. അതുകൂടാതെ തന്നെ ഒത്തിരി പ്രോഗ്രാംസ് വേറെയും അവൈലബിൾ ആണ്. ഓസ്ബിൽഡങ് പഠിക്കുമ്പോൾ തന്നെ സമ്പാദിക്കാം എന്ന് ഓൾറെഡി പറഞ്ഞു. ഇതുകൂടാതെയാണ് ഒരു എംപ്ലോയറാണ് നമുക്ക് ഈ ഒരു ഓസ്ബിൽഡങ് പ്രോഗ്രാമിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓസ്ബിൽഡങ് പ്രോഗ്രാമിന് പോകാനായിട്ട് എംപ്ലോയർ തന്നെയാണ് ഒരു വിസ എടുത്തു തരുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തു തരുന്നത് ഇതേ എംപ്ലോയറാണ്. ഇതുകൂടാതെ നിങ്ങളുടെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യുന്നതും എംപ്ലോയർ തന്നെയാണ്. പലപ്പോഴും B2 എക്സാം എഴുതാനായിട്ട് ഹെൽപ്പ് പോലും എംപ്ലോയർ ചെയ്യുന്നുണ്ട്. ഓസ്ബിൽഡങ് പഠിക്കാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പോകുന്നത്. അതുകൂടാതെ ട്രെയിനിങ്ങിന് പോകുന്നത് ഒരു എംപ്ലോയറിൻ്റെ കീഴിലാണ്. അതുകൊണ്ടാണ് എംപ്ലോയർ കുട്ടിക്ക് സ്റ്റൈപ്പൻഡായിട്ട് 1.5 ലക്ഷത്തോളം രൂപ കൊടുക്കുന്നത്. എംപ്ലോയർ ഇതുകൊണ്ട് മാത്രമാണ് വിസയും ഫ്ലൈറ്റ് ടിക്കറ്റും ഈവൻ അക്കോമഡേഷനും ഒക്കെയും അറേഞ്ച് ചെയ്ത് തരുന്നത്. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് സെലക്ട് ചെയ്യുന്നതും നഴ്സിംഗ് ആണ്. ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്ട്രീം പഠിച്ച ഒരാൾക്കും ഓസ്ബിൽഡങ് നഴ്സിംഗ് ജർമ്മനിയിൽ ചെയ്യാനായിട്ട് പറ്റും. +2 55% മാർക്ക് കിട്ടിയിരിക്കുന്ന ആർക്കും നഴ്സിംഗിന് പോകാനായിട്ട് പറ്റും. അതും ഏത് സ്ട്രീം പഠിച്ചൊരു കുട്ടിക്കാണെങ്കിലും. മെക്കാട്രോണിക്സ്, IT, ഫുഡ് ടെക്നോളജി ഇങ്ങനെയുള്ള സബ്ജക്ട്സിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച കുട്ടികൾക്ക് മാത്രമാണ് അവർ സെലക്ഷൻ യൂഷ്വലി തരുന്നത്. 60% മാർക്കിൽ കൂടുതൽ അതിന് ആവശ്യവുമുണ്ട്. ഇതുകൂടാതെ പല ഓപ്ഷനും ഓസ്ബിൽഡങ്ങിൽ അവൈലബിൾ ആണ്. IT അവൈലബിൾ ഉണ്ട്, ബുച്ചർ അവൈലബിൾ ഉണ്ട്, ഹോട്ടൽ മാനേജ്മെൻറ്റ് അവൈലബിൾ ഉണ്ട്, ഡെൻറ്റൽ അസിസ്റ്റൻറ്റ് അവൈലബിൾ ഉണ്ട്, ഫിസിയോതെറാപ്പി അസിസ്റ്റൻറ്റ് അവൈലബിൾ ഉണ്ട്. ഇതുകൂടാതെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് ഇങ്ങനെ ഒത്തിരി കോഴ്സസ് ജർമ്മനിയിൽ അവൈലബിൾ ആണ്. പഠിക്കാനുള്ളൊരു പ്രായം ഓസ്ബിൽഡങ്ങിന് യൂഷ്വലി അവർ പറയുന്നത് 17 മുതൽ 25 വരെയുള്ള കുട്ടികളെയാണ് യൂഷ്വലി ഓസ്ബിൽഡങ്ങിന് എടുക്കുന്നത്. ഇനി പഠിച്ചു കഴിഞ്ഞൊരു ഗ്യാപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ തന്നെ ആ ഗ്യാപ്പിൻ്റെ ഒരു ക്ലിയർ ആയിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ അവർക്ക് കൊടുത്തിരിക്കണം. ഓപ്പൺ സ്കൂളിങ്ങിൽ പഠിച്ച ഒരു കുട്ടിക്ക് റിജക്ഷൻ ചാൻസസ് വളരെ ഹൈ ആണ്. ഓസ്ബിൽഡങ് പ്രോഗ്രാമിൽ തന്നെ നമുക്ക് തിയറിയും പ്രാക്ടിക്കലും രണ്ടും ഉണ്ടാകും. ഏകദേശം 2500 അവേഴ്സാണ് നമുക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടാവുന്നത്. ഇതുകൂടാതെ ഒരു 2100 അവേഴ്സ് തിയറി സെഷൻസും കാണും. ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആയിട്ട് ഇവർ ഇതിന് പറയുന്നത് ജർമ്മൻ B2 ലെവലാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പ്രോഗ്രാം കംപ്ലീറ്റ്ലി അവർ പഠിപ്പിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജിലാണ്. A1 ലെവൽ കഴിഞ്ഞ് A2 കഴിഞ്ഞ് B1, അത് കഴിഞ്ഞിട്ടാണ് B2 കഴിഞ്ഞിട്ട് C1, C2 ഒക്കെ അവൈലബിൾ ഉണ്ട്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ കോഴ്സിന് വേണ്ടത് B2 ലെവൽ ഓഫ് ജർമ്മൻ ആണ്. B2 പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അതും ഒത്തിരി പേർക്കുള്ള ഒരു സംശയമാണ്. എത്ര സമയമെടുക്കും? B2 ലാംഗ്വേജ് ലെവൽ എത്താനായിട്ട് കുട്ടികളുടെ കഴിവനുസരിച്ചിട്ട് ചില കുട്ടികൾ 6 മാസത്തിനകം തന്നെ ജർമ്മൻ പഠിച്ചെടുക്കുന്നവരുണ്ട്. 8ഉം 9ഉം മാസവും ഒരു വർഷം എടുത്തിട്ടും പഠിക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങളുടെ കഴിവനുസരിച്ച്, നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഇതിന് സമയം ചെലവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും വളരെ വേഗം തന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചെടുക്കാം. യൂഷ്വലി ഒരു എംപ്ലോയർ 1100 യൂറോ തൊട്ട് 2100 യൂറോ വരെ പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ട്. സ്റ്റൈപ്പൻഡ് ഡിസൈഡ് ചെയ്യുന്നത് എംപ്ലോയറാണ്. ഇത് സ്റ്റേറ്റ് അനുസരിച്ചിട്ടും ചിലപ്പോൾ ചില മാറ്റങ്ങൾ വരാം. ഏകദേശം 700 യൂറോ ആണ് ഒരു ലിവിങ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിന് എന്താണ് ഒരു കുട്ടി ചെയ്യേണ്ടത്? നിങ്ങൾ +2 കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ജർമ്മൻ ലാംഗ്വേജിൻ്റെ പ്രിപ്പറേഷനാണ്. സോ ജർമ്മൻ ലാംഗ്വേജ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ഒരു B2 ലെവലൊക്കെ എത്തുമ്പോഴാണ്
പലപ്പോഴും ഒരു എംപ്ലോയർ നിങ്ങളുടെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓഫർ ലെറ്റർ അയക്കും. എംപ്ലോയറുടെ ഓഫർ ലെറ്റർ നിങ്ങൾ വായിച്ച് സൈൻ ചെയ്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെയും തന്നെ ജർമ്മൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് അവിടെ എംപ്ലോയറിന് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യും. വിസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റും പലപ്പോഴും എംപ്ലോയർ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഫ്ലൈറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ നിങ്ങൾ സ്വീകരിക്കാനായിട്ട് പലപ്പോഴും എംപ്ലോയേഴ്സോ അവരുടെ അസിസ്റ്റൻസോ കാണും. അക്കോമഡേഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രോപ്പർലി ഒരു ഓറിയൻറ്റേഷനൊക്കെ തന്നു കഴിഞ്ഞിട്ട് തുടർച്ചയായി അവർ നിങ്ങളുടെ കൂടെ തന്നെ കാണും. ഹോസ്പിറ്റലിംഗ് പ്രോഗ്രാം കഴിഞ്ഞാൽ, ഇപ്പോൾ നഴ്സിംഗ് പ്രോഗ്രാമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഹോസ്പിറ്റലിംഗ് നഴ്സിംഗ് കഴിഞ്ഞാൽ നിങ്ങൾ ആവുന്നത് ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ്. അപ്പോൾ രജിസ്റ്റേർഡ് നേഴ്സായി മാറിക്കഴിയുമ്പോഴേക്കും നിങ്ങളൊരു ജോബിലേക്ക് ആ എംപ്ലോയർ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തെന്നും വരാം. അപ്പോൾ ഹോസ്പിറ്റലിംഗ് കഴിഞ്ഞ് നിങ്ങൾ ജോബിലേക്ക് കയറി കഴിഞ്ഞാൽ ജോബ് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യും. ജോബ് വിസയിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു 20 മന്ത്സിനൊക്കെ ശേഷം നിങ്ങൾക്ക് PR ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. PR കിട്ടിക്കഴിഞ്ഞ് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരു സിറ്റിസൺ ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ ഒത്തിരി ബെനിഫിറ്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. ഈവൻ PR കിട്ടിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് അവർ തരുന്നതായിരിക്കും. അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്, നിങ്ങളുടെ ജോലി അഥവാ പോയിരിക്കുകയാണെങ്കിൽ അവർ ആ സമയത്ത് പോലും ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടും. നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസും, ഇനി നിങ്ങൾക്ക് കുട്ടികളായി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ആ കുട്ടികൾക്ക് എഡ്യൂക്കേഷനും ജർമ്മൻ ഗവൺമെൻറ് തരുന്നതായിരിക്കും. ഇതുകൂടാതെ നിങ്ങൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നാൽ പോലും പെൻഷൻ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ അവരിട്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഹോസ്പിറ്റലിംഗ് പഠിച്ചാൽ ഒരു കുട്ടിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. സോ ഇതിൽ കൂടുതൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. MedCity International Academy. Trusted hands forever.